നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ആശാവർക്കർമാർ നടത്തിയ സമരത്തിനെതിരെ സർക്കാർ ഇറക്കിയ സർക്കുലറിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. വിജയപുരത്ത് സർക്കുലർ കത്തിച്ചു. കോട്ടയം ആർപ്പൂക്കര കസ്തൂർബയിൽ ബുള്ളറ്റും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ആർപ്പൂക്കര സ്വദേശി മരിച്ചു. ഭാര്യ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. പാലാ പൊൻകുന്നം റോഡിൽ ലോഡുമായി പോയ ചരക്ക് ലോറി മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. നാട് പഞ്ചാക്ഷരി മന്ത്രം മുഖരിതം. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. പ്രസിദ്ധമായ 7:30 പൊന്നാന ദർശനം മാർച്ച് 6-ന്. മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശ കേസ്. അറസ്റ്റിലായ PC ജോർജിൻ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. PC ജോർജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് കാട്ടി സർക്കാർ ഇറക്കിയ സർക്കുലർ കത്തിച്ച് കോട്ടയത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കോട്ടയം നിയോജക മണ്ഡലതല പ്രതിഷേധ സമരം വിജയപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സർക്കുലർ കത്തിച്ച് നടന്നു. അതിജീവനത്തിനു വേണ്ടി രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തി സർക്കാർ ഇറക്കിയ സർക്കുലർ കത്തിച്ച് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം കോൺഗ്രസ് നടത്തി. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും വിജയപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ മുൻപിൽ സർക്കുലർ കത്തിച്ചു. മണ്ഡലം പ്രസിഡന്റ് മിഥുൻ G. തോമസ് അധ്യക്ഷത വഹിച്ച സമരം വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് N. ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ അവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിച്ച് അതിന് മാന്യമായ പരിഹാരം കാണാനോ ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ അവരെയെല്ലാം യഥാസമയം ജോലിക്ക് തിരിച്ചു കയറിയില്ലെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടും എന്നുള്ള ഒരു ഉത്തരവ് കൂടി ഇറങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. ഒരുപാട് സമരങ്ങളിലൂടെ വളർന്നു വന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൽ നിന്നും തികച്ചും തൊഴിലാളി വിരുദ്ധമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് സിബി ജോൺ കൈതയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിസി ബോബി, മഹിളാ കോൺഗ്രസ് ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് രശ്മി വിജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സന്തോഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ലിബി ജോസ് ഫിലിപ്പ്, ഷൈനി വർക്കി വേലങ്ങാടൻ, സാറാമ്മ ജോൺ അമ്പലത്തിങ്കൽ, ജെസി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ തിരികെ ജോലിക്ക് പ്രവേശിക്കണമെന്നും അല്ലെങ്കിൽ പകരം ആളെ നിയമിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് സർക്കുലർ ഇറക്കിയതെന്നും സമരക്കാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ആർപ്പൂക്കര കസ്തൂർബയിൽ ബുള്ളറ്റും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ആർപ്പൂക്കര സ്വദേശി മരിച്ചു. തിനാക്കുഴി ഷാജിയാണ് മരിച്ചത്. ഭാര്യയെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് കസ്തൂർബായിൽ ബൈക്കും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ ആർപ്പൂക്കര സ്വദേശി മരിച്ചു. ആർപ്പൂക്കര തിനാക്കുഴി ജോർജുകുട്ടി എന്ന് വിളിക്കുന്ന ഷാജിയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെ ആർപ്പൂക്കര കസ്തൂർബായ്ക്ക് സമീപമായിരുന്നു അപകടം. ജോർജുകുട്ടിയും ഭാര്യയും സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിൽ എതിർദിശയിൽ നിന്നും എത്തിയ ഓട്ടോ ടാക്സി വെള്ളിമൂങ്ങ ഇടിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജോർജുകുട്ടി മരിച്ചു. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ. ഓട്ടോ ടാക്സി ഡ്രൈവറെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ പൊൻകുന്നം റോഡിൽ ലോഡുമായി പോയ ചരക്ക് ലോറി മറിഞ്ഞു. പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു. മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയിൽ പാലാ പൊൻകുന്നം റോഡിൽ ചരക്ക് ലോറി മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. പൂവരണി വായനശാലപ്പടിക്ക് സമീപം നിരപ്പൽ വളവിലാണ് രാവിലെ 5:30യോടെ ലോറി ഇടിച്ചു മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു. നിരപ്പൽ വളവ് തിരിയാതെ ലോറി ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു മറിയുകയായിരുന്നു. ടൈഗ KSCB സബ്സ്റ്റേഷനിലേക്കുള്ള 33 kV ലൈൻ അപകടത്തിൽ തകർന്നു. ഇതോടെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള വേസ്റ്റ് സാധനങ്ങളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. തലകീഴായി മറിഞ്ഞ ലോറി സമീപത്തെ പുരയിടത്തിലെ മരത്തിലിടിച്ചാണ് നിന്നത്. ഇന്ന് അപകടമുണ്ടായ സ്ഥലത്തിന് സമീപം ഇന്നലെ ഒരു സ്വിഫ്റ്റ് കാറും അപകടത്തിൽപ്പെട്ടിരുന്നു. ഇതിലും ഒരാൾക്ക് പരിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. നമശിവായ മന്ത്രങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. കണ്ഠരര് ബ്രഹ്മദത്തൻ കൊടിയേറ്റി. ആയിരങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു നിന്ന ഭക്തി അലയടിച്ച അന്തരീക്ഷത്തിൽ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്ര പരിസരത്ത് നിറഞ്ഞു നിന്ന ഭക്തരെ സാക്ഷിയാക്കി കൊടിമര ചുവട്ടിൽ നടന്ന പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തി ഇങ്ങേതല രാമൻ സത്യനാരായണൻ എന്നിവർ ചേർന്ന് കൊടിയേറ്റി.
8ാം ഉത്സവ ദിനമായ മാർച്ച് 6-ന് അർദ്ധരാത്രിയിലാണ് ചരിത്ര പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും. മാർച്ച് 8-ന് ആറോട്ടോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. 2ാം ഉത്സവ ദിനമായ ഫെബ്രുവരി 28 മുതൽ 8ാം ഉത്സവ ദിനമായ മാർച്ച് 6 വരെ രാവിലെ 10-ന് ഉത്സവ ബലിയും ദർശനവും നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചാനൽ ചർച്ചയിൽ നടത്തിയ മതവിദ്വേഷ പരാമർശ കേസിൽ ജനപക്ഷം ചെയർമാൻ PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. കേസിൽ അറസ്റ്റിലായ PC ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റിലായ PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. കോട്ടയം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് PC ജോർജ് ജാമ്യാപേക്ഷ നൽകിയത്. നിലവിൽ കേസിൽ അറസ്റ്റിലായ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും PC ജോർജ് ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടു. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിന് കേസുകളില്ലെന്നും അന്വേഷണം പൂർത്തീകരിച്ചതായി പോലീസ് റിപ്പോർട്ടുണ്ടെന്നും അതുകൊണ്ട് ജാമ്യം നൽകണമെന്നും PC ജോർജ് വാദിച്ചു. പൊതുപ്രവർത്തകനാകുമ്പോൾ കേസുകൾ ഉണ്ടാവുമെന്നും സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. അതേസമയം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നൽകുന്നത് വിദഗ്ധ ചികിത്സയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. 3 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ നൽകണമെന്നും തുടർച്ചയായി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ജാമ്യം കൊടുത്താൽ തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. PV അൻവർ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ സന്ദർശിച്ചു. സഭയുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും പിന്തുണ തേടുമെന്ന് PV അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം കോർഡിനേറ്റർ PV അൻവർ പാലായിലെത്തി ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി കൂടിക്കാഴ്ച നടത്തി. കോട്ടയത്ത് വാർത്താ സമ്മേളന ശേഷമാണ് അൻവർ പാലായിലേക്ക് എത്തിയത്. മറ്റു സാമുദായിക നേതാക്കളെ കണ്ടിരുന്നുവെന്നും അതിന്റെ ഭാഗമായാണ് പാലായിൽ എത്തിയതെന്നും അൻവർ പറഞ്ഞു. സഭയുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും പിന്തുണ തേടുന്നതായും അദ്ദേഹം പറഞ്ഞു. കർഷക വിഷയങ്ങളിൽ വലിയ താല്പര്യത്തോടെ ഇടപെടുന്ന സഭകളാണ്. കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളിൽ സഭയുടെ കാഴ്ചപ്പാടിനെക്കുറിച്ച് മനസ്സിലാക്കിയെന്നും PV അൻവർ പറഞ്ഞു. ഇന്ന് സജി പഞ്ഞക്കടവനും ടീമും നമുക്ക് കേരള കോൺഗ്രസ് ഒന്നടങ്കം നമ്മുടെ കൂടെ സഹകരിച്ച് ചേരാൻ തീരുമാനിച്ചതെന്ന് നിങ്ങൾക്കറിയാം. സ്വാഭാവികമായും ഇവിടെ വരുമ്പോൾ CSI ബിഷപ്പിനെ അവിടെ വെച്ച് കണ്ടു. ബഹുമാനപ്പെട്ട പല ബിഷപ്പിനെയും കാണുക, നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിക്കുക, ഉണ്ടായിട്ടും സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് നമ്മൾ തേടുന്നത്. ഈ മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ വലിയ താല്പര്യത്തോടു കൂടി ഇടപെടുന്ന സഭകളാണ്. അത് നിലക്ക് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ സഭകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് അറിയണം, അത് കേൾക്കാനും ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വിഷയത്തിൽ പറയാനും എല്ലാം ആ രീതിയിലുള്ള ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഡിസ്കഷൻ മാത്രമേ. NDAയുടെ ഭാഗത്തു നിന്നും പിന്തുണ ലഭിക്കാത്തതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് ഒപ്പമുണ്ടായിരുന്ന സജി മഞ്ചക്കടമ്പിൽ പറഞ്ഞു. എന്നാൽ പല വിഷയങ്ങളിലും കേന്ദ്രം ഇടപെടാതിരുന്നതിനാലാണ് അൻവറിനൊപ്പം ചേർന്നതെന്നും സജി പ്രതികരിച്ചു. NDAയുടെ ഭാഗത്തുനിന്നും മതിയായ യാതൊരു പിന്തുണയോ സപ്പോർട്ടോ ലഭിച്ചില്ല. വളരെ പ്രതീക്ഷയോടുകൂടി NDAയിൽ പ്രവർത്തിക്കാൻ രംഗത്ത് വന്നതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചും പിന്നെ മാത്രമല്ല കാർഷിക വിഷയങ്ങൾ പ്രിയപ്പെട്ട PV അൻവറിൻ്റെ ഇടപെടലും ഒക്കെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വന്യമൃഗ ആക്രമണത്തിനെതിരെയുള്ള പോരാട്ടം. ഞാൻ NDA ചേർന്ന് തന്നെ വന്യമൃഗ ആക്രമണം തടയുന്നതിനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം. അതോടൊപ്പം തന്നെ റബ്ബറിന് വില വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തെരുവുനായ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നൊക്കെ പ്രതീക്ഷയോടുകൂടിയാണ് ചെയ്യുന്നത്. ഈ വിഷയങ്ങളിലൊന്നും ഗവൺമെൻറ് ഇടപെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ പുതിയ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് പ്രിയപ്പെട്ട PV അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലേക്ക് ചേരാൻ. ന്യൂസ് ബ്യൂറോ, പാലാ. ജനതാദൾ എസ് മേഖല നേതൃസമ്മേളനം ഈ മാസം 28-ന് കോട്ടയത്ത് നടക്കും. രാവിലെ 10-ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. ജനതാദൾ എസ് മേഖല നേതൃസമ്മേളനം വെള്ളിയാഴ്ച കോട്ടയം തിരുനക്കര അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10-ന് പ്രതിനിധികളുടെ രജിസ്ട്രേഷന് ശേഷം വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു ജോർജ് അധ്യക്ഷനാവും. സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് MLA മുഖ്യപ്രഭാഷകനാകും. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ, പോഷക സംഘടനാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ പങ്കെടുക്കും. സംസ്ഥാന നേതാവായ മുൻമന്ത്രി ജോസ് തെറ്റയിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ദിവാകരൻ, ഭാരവാഹികളായ CB ജോസ്, ജേക്കബ് ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ സമ്മേളനത്തിൽ നാളെ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാബു ജോർജ് ആണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി,
മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് MLA ആണ്. ഈ സംസ്ഥാനത്തെ മുഴുവൻ സംസ്ഥാന ഭാരവാഹികളും നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ മന്ത്രി ജോസ് തെറ്റയിൽ, അതുപോലെ തന്നെ PP ദിവാകരൻ, ജേക്കബ് ഉമ്മൻ, സിബി ജോസ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ രാജീവ് നെല്ലിക്കുന്നേൽ, കൺവീനർമാരായ KS രമേഷ് ബാബു, ഡോക്ടർ തോമസ് C കാപ്പൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വേറിട്ട ആശയാവതരണവുമായി അരുവിത്തുറ കോളേജിൽ സ്റ്റിൽ ലിവിംഗ് ഷോർട്ട് ഫിലിം പ്രകാശനം നടന്നു. കോളേജിലെ വിദ്യാർത്ഥി ബേസിൽ എൽദോ എഴുതി സംവിധാനം ചെയ്തതാണ് ഈ ഷോർട്ട് ഫിലിം. സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ ആഴം തൊട്ടറിയുന്ന സ്റ്റിൽ ലിവിംഗ് ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനവും ആദ്യ പ്രദർശനവും അരുവിത്തറ സെന്റ് ജോർജ് കോളേജ് ഡിജിറ്റൽ തിയേറ്ററിൽ നടന്നു. കോളേജിലെ 3ാം വർഷ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി ബേസിൽ എൽദോ എഴുതി സംവിധാനം ചെയ്തതാണ് ഷോർട്ട് ഫിലിം. പ്രമുഖ ചലച്ചിത്ര താരം കോട്ടയം രമേശാണ് പ്രധാന വേഷങ്ങളിലൊന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ CB ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടയം രമേശ് ഷോർട്ട് ഫിലിം പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് ബസാർ ഫാദർ ബിജു കുന്നക്കാട്ട്, മാതൃഭൂമി ക്ലബ് FM സീനിയർ കോപ്പി റൈറ്റർ അഖിൽ കൃഷ്ണൻ, മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ജൂലി ജോൺ, ചിത്രത്തിന്റെ സംവിധായകൻ ബേസിൽ എൽദോ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാതെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായി സംവദിക്കാനും കുട്ടികൾക്ക് അവസരമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലാ. KGOA കോട്ടയം സിവിൽ സ്റ്റേഷൻ ഏരിയ സമ്മേളനം നടന്നു. സമ്മേളനത്തിൽ 16 പ്രമേയങ്ങൾ പാസാക്കി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോട്ടയം സിവിൽ സ്റ്റേഷൻ ഏരിയ സമ്മേളനം നടന്നു. IMA ഹാളിൽ നടന്ന സമ്മേളനം KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിജി സോമരാജ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് A അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. സിവിൽ സ്റ്റേഷനുള്ളിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. റോഡുകൾ നവീകരിക്കുന്നതിനൊപ്പം സിവിൽ സ്റ്റേഷനിലെ കാലഹരണപ്പെട്ട വാഹനങ്ങൾ നീക്കി പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഒരുക്കണമെന്നും പാർക്കിംഗ് ശാസ്ത്രീയമാക്കണമെന്നും ആവശ്യപ്പെട്ടു. 16 പ്രമേയങ്ങൾ യോഗം പാസാക്കി. പുതിയ പ്രസിഡന്റായി A അരുൺകുമാർ, സെക്രട്ടറിയായി PK കിരൺകുമാർ, വൈസ് പ്രസിഡന്റുമാരായി CR പ്രസാദ്, D സുലത എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശാവർക്കർമാർ നടത്തിയ സമരത്തിനെതിരെ സർക്കാർ ഇറക്കിയ സർക്കുലറിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. വിജയപുരത്ത് സർക്കുലർ കത്തിച്ചു. കോട്ടയം ആർപ്പൂക്കര കസ്തൂർബയിൽ ബുള്ളറ്റും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് ആർപ്പൂക്കര സ്വദേശി മരിച്ചു. ഭാര്യ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. പാലാ പൊൻകുന്നം റോഡിൽ ലോഡുമായി പോയ ചരക്ക് ലോറി മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. നാട് പഞ്ചാക്ഷരി മന്ത്രം മുഖരിതം. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. പ്രസിദ്ധമായ 7.5 പൊന്നാന ദർശനം മാർച്ച് 6-ന്. മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശ കേസ്. അറസ്റ്റിലായ PC ജോർജിൻ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. PC ജോർജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.